ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെക് സ്റ്റോറീസ്. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. ഞാനിതാ എണീച്ചു. 5:15 എണീക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ഉറക്കം വരുന്നില്ല. എന്ന് വെച്ചാൽ ഞാനെല്ലാം ഒരു മണിക്കൂർ കൂടുമ്പോൾ തന്നെ എണീക്കുക, ഒരു ഫോണിന് സമയം നോക്കുക. വെപ്പനെ എണീക്കാന്ന് വിചാരിച്ചു. ഒരു ചായ കുടിച്ചൊന്ന് മൈൻഡൊക്കെ ഒന്ന് അടിപൊളിയാക്കാമെന്ന് വിചാരിച്ചു. മൈൻഡ് അടിപൊളിയാണ്. കുറച്ചധികം ഒറ്റയ്ക്കൊക്കെ ഇരിക്കുക, അധികം ഒന്ന് ലാസ്റ്റ് മിനിറ്റ് ഒന്ന് ധൃതിയാവുമല്ലോ. അപ്പോൾ ഇതാ ഞാനൊരു ചായയൊക്കെ ഉണ്ടാക്കി. ഇപ്പോൾ ആർദ്ര നല്ല ഉറക്കമാണ്. അപ്പുറത്തെ റൂമിലാണ് ഏട്ടൻ, അമ്മ, അച്ഛനൊക്കെ. ഞങ്ങൾ രണ്ടുപേരും ഇപ്പുറത്തെ റൂമിലാണ്. അപ്പോൾ ഒരു ചായ കുടിച്ച് ഡേ സ്റ്റാർട്ട് ചെയ്യാം. നല്ല സന്തോഷത്തിലാണ് ഞാൻ. എന്താ പറയേണ്ടതെന്നറിയില്ല. ഞാൻ പതുക്കെ പറയുന്നത്, അവൾ ഉറങ്ങുന്നതുകൊണ്ട് ഞാൻ പതുക്കെയായിട്ടാണ് പറയുന്നത്. നമുക്ക് നല്ലൊരു ചായ കുടിക്കാം. ഓക്കെ, ഉണ്ടാക്കുമ്പോൾ ഞാൻ മറന്നുപോയി വ്ളോഗ് എടുക്കേണ്ട കാര്യം. ഇപ്പം സമയം കറക്റ്റ് പറഞ്ഞാൽ 4:45. ഒരു 5:15 എണീക്കുക എന്നുള്ള പ്ലാനായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ ചായ കുടിച്ച് വരുമ്പോൾ കുറച്ച് ഒറ്റയ്ക്കൊക്കെ ഇരുന്നിങ്ങനെ ഇരിക്കുമ്പോൾ 5:15 അപ്പോഴേക്കും അമ്മ വിളിക്കും. എന്തായാലും 6:00 റേപ്പിസ്റ്റ് വരും, സാരി എടുക്കുന്ന ആൾ വരും. എല്ലാം ഒക്കെ നല്ല രീതിയിൽ നടക്കട്ടെ. ഞാൻ ഈ വ്ളോഗിൽ തുടക്കത്തിൽ പറയുന്ന പോലെ തന്നെ ഈ എൻ്റെ ആകുമ്പോഴും അതുപോലെ തന്നെ നടക്കട്ടെ. ഞാൻ കാണിച്ചു തരാം ഓരോരോ വിഷ്വൽസ്. ഞാനായിരിക്കില്ല, ആർദ്രയും. അങ്ങനെ ആരുടെ കയ്യിലാണോ ഈ ഫോണുള്ള അവരായിരിക്കും ഓരോരോ ബിറ്റ്സ് എടുക്കുന്നുണ്ടാവുക. ഓൾമോസ്റ്റ് കാണിക്കാൻ ശ്രമിക്കാം. ഇനി അതിൻ്റെ ഉള്ളിൽ പൊതുവേ ഞാൻ ഒരു വട്ടം എൻറോൾമെൻറ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫോൺ അന്ന് അലൗഡ് ആയിരുന്നു. ശരിക്കും അലൗഡ് അല്ല, നമ്മൾ വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല അധികം. എന്നാലും നമുക്ക് നോക്കാം, ട്രൈ ചെയ്യാം. അങ്ങനെ ഒഫീഷ്യലി ഞാൻ ഇന്ന് January 11, 2026 അഡ്വക്കേറ്റ് അവാർഡ്. 5 വർഷം പഠിച്ചതിന് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നേട്ടം വേണമല്ലോ. ആ നേട്ടമാണ് ഇന്നത്തെ ദിവസം. ഞാൻ കാണിച്ചു തരാം. അവിടെ നിന്നിട്ട് ഞാൻ ഉറങ്ങുന്ന മുന്നേ ഉറങ്ങും. പിന്നെ ഞാൻ നേരത്തെ ഉറങ്ങി, രാവിലെ നേരത്തെ എണീക്കാൻ. പക്ഷെ എത്ര മണിക്ക് ഉറങ്ങിയിട്ട് കാര്യമില്ല, ഞാൻ 2 മണിക്കൂർ എണീച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ടെൻഷൻ ഉള്ളതുകൊണ്ടാണ് ഉറങ്ങി പോവോ, കാരണം അമ്മ ഇല്ല. പക്ഷെ ഇവർ വിളിക്കും, എന്നാലും ഞാനും എണീക്കും, ആ ഒരു ബോധമുള്ളതുകൊണ്ട്. പിന്നെ എക്സൈറ്റ്മെൻറ്റും. ഇന്നലെ രമ്യ, ഐശു, അനീറ്റയൊക്കെ ഗ്രൂപ്പിൽ വീഡിയോ കോൾ ആയിരുന്നു. 10 നമ്മുടെ കഴിഞ്ഞ പിന്നെ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ടോ. അനീറ്റയൊക്കെ വക്കീൽ അവർ വിളിച്ചില്ലായിരുന്നു. ഐശു, രമ്യൊക്കെ ഞാൻ വീഡിയോ കോൾ ഒന്നുമില്ല കണ്ടു. പക്ഷേ ഇവർ 3 പേരും എനിക്ക് ഉറക്കം വരാത്തതുകൊണ്ട് എത്രത്തോളം നേരം സംസാരിച്ചതാണ്. ഞാൻ പിന്നെ ഉറങ്ങുമായിരുന്നു. എന്നോട് 5:30, 5:45 ആകുമ്പോൾ എന്നോട് രമ്യ വിളിക്കും. ഞാൻ ഉറങ്ങുമ്പോൾ രമ്യ വിളിച്ചു പറഞ്ഞു, കേട്ടി എന്നൊന്ന് നീ വിളിക്കണേ, ഞാനാ വെക്കുന്നില്ല, ഒന്ന് വിളിച്ചുണർത്തണേ. ഐശു, രമ്യ ഒരേ ഹോട്ടൽ തന്നെയുണ്ട്. അവിടെ ഒരു ഹോട്ടലിൽ റമിക്ക് പെട്ടെന്ന് നൈറ്റ് റൂമൊന്നും കിട്ടിയില്ല. എൻ്റെ സ്ട്രെസ്സിലായിരുന്നു. പെട്ടെന്ന് അവിടെ റൂം കിട്ടി. അനീറ്റ നാളെ മോർണിംഗേ വരുള്ളൂ തൃശ്ശൂർ. നമുക്ക് പെരുന്നാളാണ്. ഞങ്ങളും ആയിക്കോട്ടിനടുത്തുള്ള ഒരു ഹോട്ടൽ തന്നെയാണ്. ഞാൻ അച്ഛനമ്മയായിരുന്നു അറിഞ്ഞു. അങ്ങനെ ഒരു രസമായിരുന്നു. നിങ്ങൾ ഓൾറെഡി വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവും. ഞാൻ ട്രാവൽ ചെയ്ത് വന്നതും അതുപോലെ ഒന്ന് ഈവനിങ് ആകുമ്പോൾ പുറത്ത് പോയി ഡ്രൈപ്പിങ് കൊടുത്തും മുടിയൊക്കെ ഒന്ന് ചെയ്തും അങ്ങനെയൊക്കെ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും അല്ലേ?
ഗൈസ് കണ്ണെഴുതണം. ഐഷാഡോ ഇടണമെന്ന് ആർദ്രോട് ചോദിച്ചോക്കി ഡൗട്ട്. പിന്നെ മസ്കാര കഴിഞ്ഞു നമ്മുടെ മേക്കപ്പ്. മൊത്തത്തിൽ കണ്ടിട്ട് കുഴപ്പമില്ല. ഇനി അവളുടെയും കൂടെ ഒന്ന് ചോദിച്ചാൽ ഇനി അവളെ എന്തെങ്കിലും ടച്ചപ്പ് ചെയ്യുന്നുണ്ടോ? എന്ത് തോന്നുന്നു? അങ്ങനെ നമ്മളിത് ഡ്രസ്സ് ചെയ്തു. ഇനി താഴെ പോവാണ്. ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം കഴിച്ചിട്ട് നേരെ നമ്മൾ ഹൈക്കോട്ട് പോകും. എക്സൈറ്റഡ് ആണ്. ആർദ്രയുണ്ട് പോവാണ്. ഇനി അച്ഛനും അമ്മയ്ക്കും ഏട്ടനും കാണിച്ചു നമ്മൾ ഇതുവരെ ആർക്ക് കാണിച്ചു കൊടുത്തിട്ടില്ല. അവരുടെ അടുത്തേക്ക് പോകാനും ധൃതിയുള്ള ഫാമിലിയാണ്. ഗൈസ് 8 മണിക്കാണ് റിപ്പോർട്ട് ചെയ്യാൻ. 8 മണിക്കാണ് റിപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞത്. സമയം 8 മണി കഴിഞ്ഞു. വേഗം പോകണം. 9 മണിക്ക് സ്റ്റാർട്ടാവും. ഫുഡ് കഴിക്കണം. എല്ലാരും കാര്യം കാണാനല്ല, എല്ലാരും നേരത്തെ ഒന്നും എല്ലാവരും ഉള്ളിൽ കയറി. നമ്മൾ മാത്രം പറയാം. ഹലോ ഹലോ ഇമ്മ സൈനുല്ലേ അടിയിലെ മേലെ 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 അടിയില്ല മേലെട്ടോ. അയ്യോ അല്ല അറിയില്ല. ശരി ശരി ശരി. Special day and defining day for each one of you. This is not the aspect of state before responsibility knowledge, but character, history. Shall uphold the Constitution of India and rule of law. The rules of professional conduct and etiquette as prescribed by the Bar Council of India, State Bar Council from time to time, and as reflected in this noble profession, including ethical duties and moral values. Pranav Xavier. Pranav Dinesh. Naufia Naushad is enrolled. He is enrolled. Young Sunny John E. Sunny John E is. Shaya Devi G is enrolled. Lakshmi KP. Lakshmi KP is enrolled. Josna Jos. Malavika yes. Malavika yes is enrolled. Thomas Jody. എവിടേക്ക് പുറത്ത് വന്ന സമയം ഉണ്ടാവും. ഹലോ. ഒരു ഗേറ്റിന് പുറത്ത് നിൽക്കുന്നുണ്ട്, പുറത്തേക്ക് വരിക. അങ്ങനെ ഞാൻ എന്താ എൻറോൾഡ് ആയി. ഇതാണ് ഞങ്ങളുടെ സ്വന്തം കുടുംബ വക്കീലാണ്. അതെ. ഇന്ന് തുടങ്ങി നിങ്ങൾ എന്ത് കേസുണ്ടെങ്കിലും വിളിച്ചോളണം.
കൈ സ്കൂട്ടിയിൽ വണ്ടി അല്ല സ്കൂട്ടിയിൽ സ്റ്റിക്കർ നടുവിലല്ല ഇതല്ല സൈഡില് ഇവിടെ ഒട്ടിക്കണ്ട നടുവിലൊട്ടിക്കണ്ടേ ഇതാ ഇങ്ങനെ കാണുന്നുണ്ടോ? അത് സാരില്ല, എന്താ കാണാല്ലേ സ്റ്റിക്കർ. ഞാൻ ഓടിക്കുന്ന വണ്ടി ഇവിടെ ഒട്ടിക്കുന്നത്. വീട്ടിലെത്തി അമ്മൂമ്മയെ കാണിക്കാൻ പോവാ. ഇനി അമ്മ വെരി വെരി എക്സൈറ്റഡ് ഗൈസ്. വീട്ടിൽ വന്ന് മുത്തശ്ശനെ കാണിച്ചെടുക്കണം. മുത്തശ്ശനെ കാണിക്കണം. മുത്തശ്ശനെ അമ്മമ്മയെ കാണിക്കാനാണ് വന്നത്. അഡ്വക്കേറ്റ് അഡ്വക്കേറ്റായി. ഇതാത്തൊരു തന്ത. ഇത് ബാർ കൗൺസിലിന് കിട്ടിയതാ. ഇതും അവിടെ നിന്ന് കിട്ടിയതാ. ഫേവറേറ്റ്. ഹായ്, താങ്ക് യു. ഇതുമായിട്ടുള്ളായിരുന്നു ലാൻസിനേച്ചും വെച്ചും കൂടി തന്ന ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും വീട്ടിലെത്തി. പിന്നെ മേമേനെയും അനിൽമാമിനെയൊക്കെ ഒന്ന് കാണാൻ പോയി. അപ്പോൾ അവിടെയൊക്കെ പോയി. പിന്നെ നമ്മുടെ റിലേറ്റീവ്സ്, എനിക്ക് അങ്ങോട്ട് പോകുന്ന വിഷ്വൽസ് ഒന്നും എനിക്ക് അധികം എടുക്കാൻ പറ്റിയില്ല. ഇവിടെ അമ്മൂമ്മേനൊക്കെ കാണിച്ചു. നല്ല ഹാപ്പിയായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ അമ്മൂമ്മയായിട്ട് എടുത്തു. പിന്നെ അപ്പം തന്നെ ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പിന്നെ ആദ്യമായിട്ടാണ് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ഞാൻ ഈ സാരി എടുത്ത് വണ്ടി ഓടിക്കുന്നത്. സ്കൂട്ടി ഓടിച്ചാൽ പോയത്. ഏട്ടനുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോൾ ഏട്ടൻ ഓടിച്ച് ടയേർഡായി. പിന്നെ അതാ തിരിച്ചെത്തി 7:30 ആയപ്പോൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. നല്ല ക്ഷീണമായി, പക്ഷേ അടിപൊളിയായിരുന്നു. എല്ലാം വിചാരിച്ച പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് മനസ്സിൽ നല്ലതാവണം. അതുപോലെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എൻറോൾമെൻറ്റ് കണ്ടിട്ടുണ്ട് സീനിയേഴ്സിൻ്റെ. ആ സമയത്ത് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാ ഭാഗത്തുനിന്നും എൻ്റെ വിഷ്വൽസ് വേണമെന്ന്. പക്ഷെ അത് പ്ലാൻഡ് അല്ലായിരുന്നു ഇപ്രാവശ്യത്തെ. അത് കാരണം തിരക്കായതുകൊണ്ട് അവർ ഓരോരോ ആൾക്കാർ ഓരോരോ സ്ഥലത്തായതുകൊണ്ട് അങ്ങനെ കിട്ടിയതാണ്. പക്ഷെ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാ സ്ഥലത്തുനിന്നും എൻ്റെ എല്ലാ ഭാഗത്തുനിന്നും എനിക്ക് വേണമെന്ന്. പക്ഷെ അതെനിക്ക് കിട്ടി. അതെനിക്ക് സന്തോഷമായി. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ എന്തായാലും ഇത് കണ്ടിട്ടുണ്ടാവും. ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന മുന്നേ കുഞ്ഞു റീല് ഞാനിങ്ങനെ കുറച്ച് എന്തെങ്കിലും ഒരു പ്രത്യേകത വേണം എന്നുണ്ടായിരുന്നു. എല്ലാവരും ഫോട്ടോ അങ്ങനെയൊക്കെ ഇടുന്ന പോലെ എനിക്ക് എന്തെങ്കിലും ആ ദിവസത്തെ ആ ഒരു ബിറ്റ് മാത്രം, ബാക്കിയൊക്കെ നമ്മൾ കുറച്ച് കാലം കഴിഞ്ഞ് ഇടും. പക്ഷെ എനിക്ക് ആ ദിവസം തന്നെ അത് ഇടണമെന്നുണ്ടായിരുന്നു. അതും ഞാൻ ചെയ്തു. പക്ഷെ ഇന്ന് കാറിലൊക്കെ വരുമ്പോൾ ഞാൻ നല്ല ഉറക്കമായിരുന്നു. എനിക്ക് അവിടുത്തെ ഒന്നും എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ക്ഷീണമായിരുന്നു. നല്ല ടയർഡായിരുന്നു. ഒരു വൊമിറ്റിംഗ് ടെൻഡൻസിയും ഫുഡ് അങ്ങനെ മര്യാദയ്ക്ക് കഴിച്ചില്ല. പിന്നെ രാവിലെ നേരത്തെ എണീച്ചു. ഉറക്കമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ അതാ ഫുള്ളൊരു ടയേർഡായി. പക്ഷെ ഞാൻ ഹാപ്പിയാണ്. സാരി ഡ്രേപ്പ് ചെയ്തത് സൂപ്പർ. ഹെയർ ഡൂ എന്ന് പറഞ്ഞിട്ട് എറണാകുളത്ത് തന്നെ മറൈൻ ഡ്രൈവിൻ്റെ അവിടെയുള്ള ആൾക്കാരും ബ്ലൗസ് പിന്നെ എൻ്റെ സിൻസിയർ അതും പിന്നെ മേക്കപ്പ് ഞാൻ തന്നെയായിരുന്നു എല്ലാം ചെയ്തത്. ആകെ കണ്ണ് മാത്രമാണ് 6:30 ബാക്കിയെല്ലാം ഞാൻ തന്നെയായിരുന്നു. രാവിലത്തെ ലുക്ക് അടിപൊളിയായിരുന്നില്ലേ? ഇപ്പോൾ പോയിട്ടോ, ഇപ്പം എല്ലാം പോയി ഒക്കെ ഇതായി. പിന്നെ ഹെയറും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ക്യൂ പ്രൊഫഷണൽസ് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ മറൈൻ ഡ്രൈവിൻ്റെ. പക്ഷെ അത് ഇത് വെച്ചാൽ രാവിലെ വരെ കുറച്ചൊക്കെ നിന്നു. അപ്പയ്ക്കൊക്കെ പോകാനായി, കാരണം നമ്മൾ ഇന്നലെ ചെയ്താണല്ലോ. അപ്പോൾ ഓൾമോസ്റ്റ് ഉണ്ടായി. അങ്ങനെ കേൾ ചെയ്തത് കുറേ നേരമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഞാനത് കുഴപ്പമില്ല. എനിക്ക് സാരി ആയിരുന്നു ഏറ്റവും കിട്ടണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാരി ഷോപ്പ് ചെയ്ത സമയത്ത്. പിന്നെ സാരിയുടെ കുറച്ച് ഷൂട്ട് പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് അത്ര വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കാരണം അപ്പോൾ അങ്ങനെ അതിൻ്റെ വിഷ്വൽസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. സാരിയുടെ എന്തെങ്കിലുമൊക്കെ വിഷ്വൽസൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ അത് റീലൊക്കെ വരികയാണെങ്കിൽ ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് ഒരു കൊളാബ് പോലെ കിട്ടിയ സാരിയായിരുന്നു. അപ്പോൾ അവർക്ക് വീഡിയോ ഒക്കെ എടുത്തു കൊടുക്കണമല്ലോ. അപ്പോൾ അവരൊക്കെ കുറച്ച് 2-3 പേരൊക്കെ വന്ന് ഇതിൻ്റെ മെയിൻ മിഥുല എന്ന് പറഞ്ഞിട്ടുള്ള ചേച്ചി വന്ന്, പിന്നെ കുറച്ച് വീഡിയോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നു 2 പേര്, പിന്നെ വേറെ കൊച്ചുണ്ടായിരുന്നു. വന്ന് വീഡിയോസൊക്കെ എടുത്തു. അങ്ങനെ
പിന്നെ ആർദ്രയായിരുന്നു എനിക്ക് വ്ളോഗ് കംപ്ലീറ്റ്ലി എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ പാവം അതിനൊട്ടും വയ്യായിരുന്നു, പിരിച്ചൊക്കെ ആയിട്ട്, എന്നാലും മൊത്തം എടുത്ത് തന്നു. ഏട്ടനായിക്കോട്ടെ എല്ലാവരും ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സും ഒക്കെ വീഡിയോ ഒക്കെ എടുത്ത് തന്നു. എൻ്റെ പുറകെ തന്നെ നടക്കുകയായിരുന്നു. കാരണം ഒരു ധൃതിയാവില്ല ഇങ്ങനത്തെ സമയം. പക്ഷെ നല്ലതായിരുന്നു, ഹാപ്പിയാണ് എല്ലാം കൊണ്ടും. ഒഫീഷ്യലി അങ്ങനെ അഡ്വക്കേറ്റായി, ഇൻസ്റ്റത്തെ പേരൊക്കെ മാറ്റി. അതും ഷോ കാണിക്കാനല്ല, നമ്മുടെ ഒരു 5 വർഷം പഠിച്ചതിൻ്റെ ഒരു ഇതിൽ, അതുകൊണ്ട്. അപ്പോൾ ഹാപ്പിയാണ് മൊത്തത്തിൽ. അപ്പോൾ ഈ വ്ളോഗ് എല്ലാവരും കാണുക, വ്ളോഗ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇനിയും എൻ്റെ ചാനലിൽ ഉടനെ അടുത്തടുത്ത വീഡിയോസ് വരുന്നതായിരിക്കും. സോ അൺടിൽ ബൈ ഗൈസ്, സൈനിങ് ഓഫ് ഫ്രം ലൈക്ക് സ്റ്റോറീസ് അല്ല എന്തെങ്കിലും പറയുന്നത്, ഫ്രം അഡ്വക്കേറ്റ് ലക്ഷ്മി KP.